കൃഷി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 45,96,52,94 രൂപ വരവും 45,53,17,000 രൂപ ചെലവും 43,35,094 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കൃഷിമേഖലയ്ക്കായി 95,50,000 രൂപയും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനുമായി 58,70,000 രൂപയും പാർപ്പിട മേഖലയ്ക്ക് 4,31,80,000 രൂപയും പൊതുമരാമത്തിനായി 5 കോടി രൂപയും കുടിവെള്ളത്തിനായി 37,40,000 രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി 82,10,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി 1,38,00,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുവാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നവമി പ്രസാദ്, കെ കെ അജിതകുമാരി, ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിഭവങ്ങളെയും നൈപുണ്യ തൊഴിൽ സേനയെയും ഉപയോഗപ്പെടുത്തി സ്വയം പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബജറ്റാണിത്. ഗ്രാമപഞ്ചായത്തും കിട്ടിയ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതികളും പദ്ധതി വേഗവും തനത് ഫണ്ടും മറ്റിതര ഫണ്ടുകളും ബന്ധപ്പെടുത്തി സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസനക്ഷേമ പദ്ധതികളാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.